നമസ്കാരം. കേരളം ഭ്രാന്താലയമാണെന്ന് പണ്ട് വിവേകാനന്ദൻ പറഞ്ഞത് എത്ര ശരിയെന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള പ്രഹസനങ്ങളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാസമ്പന്നർ എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ ജനങ്ങൾ പോലും അന്ധവിശ്വാസത്തിന്റെ മറവിൽ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾക്ക് അറുതിയില്ല. യുക്തിസഹജമല്ലാത്ത വിശ്വാസങ്ങളും അവയെ ചൊല്ലിയുള്ള ആചാരങ്ങളും അമാനുഷികമായ കഴിവുകൊണ്ട് മാത്രം വിശദീകരിക്കാവുന്നതും ആധുനിക ശാസ്ത്രത്തിന് തീർത്തും വിരുദ്ധവുമായ വിശ്വാസത്തെയോ ആചാരത്തെയോ ആണ് അന്ധവിശ്വാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആചാരവിശ്വാസങ്ങൾ ഒറ്റ വ്യക്തിയുടെയോ സംഘത്തിന്റെയോ മുഴുവൻ സമൂഹത്തിന്റെയോ ആകാം. ഇവയിൽ ഏറിയ കൂറും മതത്തിനോടും സംസ്കാരത്തിനോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വിഭാഗം അന്ധവിശ്വാസമായി കരുതുന്ന വിശ്വാസവും ആചാരവും മറ്റൊരു വിഭാഗം അങ്ങനെ കാണണമെന്നില്ല. സാധാരണക്കാരുടെയും ശാസ്ത്രകാരന്മാരുടെയും അഭിപ്രായം പരിഗണിക്കുമ്പോൾ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള അന്തരം ഒന്നുകൂടി വർദ്ധിക്കുന്നു. ഇവിടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണവും സമാധിയും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ മീഡിയ ചർച്ച ചെയ്തതാണ്. മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് നാട്ടുകാർ രംഗത്തെത്തിയതോടെ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നു. മരണത്തിൽ ദുരൂഹതയില്ലെന്നും സ്വാഭാവിക മരണമാണ് എന്നും ഉറപ്പിച്ചതിനു ശേഷമാണ് വീണ്ടും മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുത്തത്. എന്നാൽ അതിനുശേഷം ആചാരപ്രകാരം വൻ ആഘോഷത്തോടു കൂടിയുള്ള സമാധിയാണ് ഗോപൻ സ്വാമിക്ക് നെയ്യാറ്റിൻകര നൽകിയത്. ജീവിതത്തിന്റെ വലിയൊരു കാലഘട്ടം പൂജയും കർമ്മങ്ങളുമായി ജീവിച്ച ഗോപൻ സ്വാമിയുടെ അഭിലാഷമായിരുന്നു സമാധിയെന്നും അതിൽ മറ്റൊരുവിധ ദുരൂഹതയും ഇല്ല എന്നുമായിരുന്നു അന്ന് കുടുംബം പറഞ്ഞിരുന്നത്. അത് ശരിവെക്കുന്ന തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ അന്ധവിശ്വാസത്തിന്റെ അവസാന ആണിക്കല്ലും അടിച്ചുറപ്പിച്ചു. കുടുംബം പറഞ്ഞ വിശ്വാസ കഥകൾക്കൊപ്പം പിന്നീട് നാട് മുഴുവൻ അണിനിരക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള സന്യാസിമാരുടെ പൂജാതി കർമ്മങ്ങൾക്കൊപ്പം സമാധി വീണ്ടും നടത്തുകയും തുടർന്ന് സ്ഥിരമായി മകൻ രാജേന്ദ്രൻ പൂജാതി കർമ്മങ്ങൾ നടത്തി വരികയുമായിരുന്നു. സമാധിയോടനുബന്ധിച്ച് നടത്തേണ്ട യതിപൂജയാണ് നടത്തി വരുന്നത് എന്നാണ് മകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ പിന്നീട് ആ സ്ഥലം അന്വേഷിച്ച് ഭക്തജനങ്ങൾ വരുന്നുണ്ട് എന്നും വിശ്വാസപൂർവ്വം വരുന്നവർക്ക് ഇരുന്ന് സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ ഉതകുന്ന വണ്ണം ഒരു ക്ഷേത്രമായി അതിനെ മാറ്റണമെന്നുള്ള ആഗ്രഹവും അവർ പലപ്പോഴായി മീഡിയയോട് പങ്കുവച്ചിരുന്നു. ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം ജാതി മത ഭേദമന്യേ മുഴുവൻ ഭക്തജനങ്ങൾക്കും വന്ന് പ്രാർത്ഥിക്കാൻ പാകത്തിനുള്ള ഒരു ക്ഷേത്രമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബം. അറിയുന്ന വിവരങ്ങൾ അനുസരിച്ച് വരും ദിവസങ്ങളിൽ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഭക്തിയുടെ മറവിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതി കാലാകാലങ്ങളായി കേരളത്തിൽ നിലവിലുള്ളതാണ്. ഭക്തിയുടെയും അന്ധവിശ്വാസത്തിന്റെയും പേരിൽ മനുഷ്യനെ കൊല്ലുന്നത് പോലും കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. വിദ്യാസമ്പന്നർ എന്ന് സ്വയമൂറ്റം കൊള്ളുന്ന മലയാളികൾക്ക് ഇപ്പോഴും സയൻസും അന്ധവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലായിട്ടില്ല എന്നു തന്നെ. മനുഷ്യൻ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നതും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും മനസ്സിന്റെ സമാധാനത്തിനാണെന്നിരിക്കെ ദൈവത്തിന് ഹിതമായതൊക്കെ ചെയ്തു കൊടുത്താൽ ദൈവം വാരിക്കോരി തരുമെന്നും പണ്ട് കുചേലനെ സമ്പന്നനാക്കിയ ശ്രീകൃഷ്ണനെ പോലെ ഒറ്റ നിമിഷം കൊണ്ട് മായാജാലത്താൽ കൊട്ടാരവും സർവ്വസുഖങ്ങളും തന്ന് അനുഗ്രഹിക്കുമെന്നും വിശ്വസിക്കുന്നവരാണ് പലരും. ഈ അന്ധവിശ്വാസത്തിന്റെ മറയിൽ തന്നെയാണ് കേരളത്തിൽ പലവിധ ക്രൈമുകളും ഇക്കഴിഞ്ഞ നാളുകളിൽ നടന്നു വരുന്നത്. ആമമോതിരവും വെള്ളികെട്ടിയ ശംഖും കുബേരനും തെളിഞ്ഞ വെള്ളത്തിലെ നാരങ്ങയും ഒക്കെ ദൈവത്തിന് മനുഷ്യനിലേക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളും എത്തിക്കാനുള്ള വഴിയാണെന്നാണ് നാം ചിന്തിക്കുന്നത്. യുക്തിയോടെയും ബോധത്തോടെയും ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറയെ കൂടി അന്ധവിശ്വാസത്തിന്റെ കെണിയിലേക്ക് തള്ളിയിടാനാണ് മാതാപിതാക്കൾ പോലും ശ്രമിക്കുന്നത്. പൂജിച്ച പേനയും വെള്ളിക്കുരിശും കയ്യിലുണ്ടെങ്കിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടാമെന്ന് പുതുതലമുറയെ പോലും പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് കാണിക്കാവുന്ന സഹാനുഭൂതിയും മനുഷ്യത്വവുമാണ് ദൈവം എന്ന് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു തലമുറ ഉണ്ടാകേണ്ടതുണ്ട്.